ഇക്ഷ്വാകു വംശത്തിലെ രാജാവാകുന്ന ദശരഥന്റെ മന്ത്രിമാരും മഹാരാജാവിനെ പോലെ തന്നെ പ്രജകളുടെ ഇംഗിതജ്ഞാനന്മാർ ആയിരുന്നു. മന്ത്രിമാർ പ്രജാഹിതരും ആയിരുന്നു. എപ്പോഴും ജാഗരൂകരായി ഇരിക്കുന്നവരും ആയിരുന്നു. നിർമ്മല ഹൃദയന്മാരും സ്നേഹസമ്പന്നരും ഗുണങ്ങളെല്ലാമുള്ള ദൃഷ്ടി, ജയന്തൻ, വിജയൻ, സിദ്ധാർത്ഥൻ, അർത്ഥസാധകൻ, അശോകൻ, മന്ത്രപാലൻ, സുമന്ത്രർ എന്നിങ്ങനെ തുടങ്ങുന്ന 8 മന്ത്രിമാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പുരോഹിതന്മാരാകട്ടെ ഋദ്ധികളും ബ്രഹ്മഋഷി സത്തമന്മാരായ വസിഷ്ഠനും വാമദേവനും ആയിരുന്നു. വിജ്ഞാനം കൊണ്ട് വിനീതരായ സജീവന്മാർ ജിതേന്ദ്രന്മാരും ശ്രീമാന്മാരും ആയിരുന്നു. മഹാത്മാക്കളും സർവശാസ്ത്ര പരാംഗതരും ദൃഢ പരാക്രമികളും തേജസ്വികളും ക്ഷമ, സദാചാരം തുടങ്ങിയവ ചേർന്നവരും പുഞ്ചിരി പൊഴിക്കുന്നവരും മധുരവാക്കുകൾ സംസാരിക്കുന്നവരും ആയിരുന്നു. പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നവരും ഉദ്ദേശിച്ച ആഗ്രഹ സാഫല്യത്തിനു വേണ്ടി അർത്ഥലാഭത്തിനോ ക്രോധം നിമിത്തം അസഭ്യവാക്കുകൾ പറയുന്നവരോ ആയിരുന്നില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയുന്ന ചാരന്മാർ, ചിന്തിക്കുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിശക്തിയുള്ളവരും ആയിരുന്നു. തികച്ചും പരീക്ഷിച്ച് തൃപ്തിപ്പെട്ട ശേഷം മാത്രമേ അവർ ഏവരെയും സുഹൃത്തുക്കളായി സ്വീകരിക്കുക ഉണ്ടായിരുന്നുള്ളൂ. രാജ്യത്തിലെ വ്യവഹാരങ്ങൾ അമ്മയെ സാമർത്ഥ്യം പ്രകടിപ്പിക്കുന്ന അമാത്യന്മാർ അനീതി എവിടെ കണ്ടാലും ശിക്ഷിക്കും. അനീതി ചെയ്യുന്നത് പുത്രന്മാരാണെങ്കിൽ പോലും രക്ഷിക്കുക ഉണ്ടായിരുന്നില്ല. കുറ്റം ചെയ്യാത്ത ശത്രുവാണെങ്കിൽ കൂടി യാതൊരുവിധ ദ്രോഹവും ആലോചിക്കുന്നവർ പോലും അല്ലായിരുന്നു. മഹാവീരന്മാരും നിത്യോത്സാഹികളും അവർ രാജകീയ ശാസ്ത്രമനുസരിച്ച് പ്രജാരക്ഷം തികച്ചും നൽകി. ഭണ്ഡാരങ്ങൾ നിറച്ച് ധാർമ്മികമായ ജീവിത സുഖങ്ങൾ അവർ അനുഭവിച്ചു. ഉത്തമ ബ്രാഹ്മണന്മാരെയും ക്ഷത്രിയന്മാരെയും മനസ്സുകൊണ്ടുപോലും ഉപദ്രവിച്ചില്ല അവർ. സൂക്ഷ്മ ചിന്താഗതികളുള്ളവരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അതിസമർത്ഥന്മാരുമായിരുന്നു അവർ. നാടുകളിലും നഗരങ്ങളിലും അസത്യം പറയുന്ന ഒരൊറ്റ പൗരൻ പോലും അയോധ്യ രാജ്യത്ത് ഇല്ലായിരുന്നു. ദുഷ്ടനോ പരസ്ത്രീ തൽപരനോ ഒന്നും തന്നെ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. പ്രശാന്ത ജീവിതം നയിക്കുന്നവർ മാത്രമായിരുന്നു ആ രാഷ്ട്രത്ത് ഉണ്ടായിരുന്നത്. ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് സുവേഷത്തിൽ നടക്കുന്ന നാരിമാർ സൽസ്വഭാവികൾ മാത്രമായിരുന്നു. ശ്രേഷ്ഠങ്ങളായ ഗുണങ്ങൾ ഒത്തുചേർന്ന പ്രഖ്യാപിതമായ പരാക്രമത്തോടു കൂടിയവർ വിദേശ രാജ്യങ്ങളിൽ സുവർത്തമാനം ആയിരുന്നു. എല്ലാം ആലോചിച്ചുകൊണ്ട് തീർച്ചപ്പെടുത്തുവാൻ ബുദ്ധിയുള്ളവരായിരുന്നു ആ രാജ്യത്തെ മന്ത്രികാര്യങ്ങൾ ചെയ്തിരുന്നത്. അതിസൂക്ഷ്മമായ സംഗതിയോടുകൂടി മനസ്സിലാക്കുവാൻ കഴിവുള്ളവർ, എപ്പോഴും എല്ലാവരോടും പ്രിയവാക്കുകൾ മാത്രം പറയുന്നവർ, ഇത്തരത്തിലുള്ള ഗുണങ്ങൾ കൊണ്ട് സർവഗതി പ്രാപിച്ചവരായിരുന്നു അവർ. അധർമ്മങ്ങളെ വിദൂരത്തിൽ പരിത്യജിച്ച് പ്രജകളെയെല്ലാം ധർമ്മം കൊണ്ട് രഞ്ജിപ്പിച്ച് ചാരന്മാരുടെ കണ്ണുകൊണ്ട് രാജ്യത്തിന്റെ ചെറിയൊരു ഭാഗം പോലും വ്യക്തമായി കണ്ടു അവർ. ഏറ്റവും സത്യയുദ്ധ തൽപരരായിരുന്നു അവർ. മൂലോകങ്ങളിലും കീർത്തി അവർ സമ്പാദിച്ചു. പുരുഷവ്യാഘ്രന്മാരായ നരേന്ദ്രന്മാർ ദശരഥ മഹാരാജാവിന്റെ അയോധ്യ രാജ്യത്തെ ഒരു ഗ്രഹത്തെ എന്ന പോലെ ഭംഗിയായി പരിപാലിച്ചു. ഉഗ്രപരാക്രമികളായ രാജകേസരി ധർമ്മം കൊണ്ട് പ്രജാഹിതം നേടി. അമാത്യന്മാരുടെയും സാമന്തന്മാരുടെയും ബഹുമാനം ആർജിച്ചു. ബന്ധുമിത്രാദികളുടെ പ്രശംസ അനുഭവിച്ചു. തന്നോട് തുല്യനായോ മേലെയായോ ഒരൊറ്റ ശത്രുവിനെയും അന്ന് അവിടെ കാണുവാൻ സാധിച്ചില്ല. അങ്ങനെ ഭാസ്കര ഭഗവാനെ പോലെ ദശരഥൻ പ്രശോഭിച്ചു. ദേവേന്ദ്രൻ സ്വർഗത്തെ എന്ന പോലെ ആ നൃപൻ ഭൂമി മുഴുവൻ പരിപാലിച്ചു. അമിത പ്രഭാവനും ധർമ്മജ്ഞനും ശ്രീമാനുമാകുന്ന ദശരഥ മഹാരാജൻ ഏറെക്കാലം ചെന്നിട്ടും വംശകാരനായ ഒരു പുത്രൻ ഉണ്ടായില്ല. അതേ കാരണത്താൽ തന്നെ അദ്ദേഹം എന്നും ദുഃഖിതനായിരുന്നു. സുധാർത്ഥമായിട്ടൊരു അശ്വമേധം നടത്തിയാൽ എന്ത് എന്ന ചോദ്യത്തിൽ അരജന്റെ ഹൃദയം ഉയർന്നു. അമിത ബുദ്ധിമാനായ അദ്ദേഹം യഥാവിധി യജ്ഞങ്ങൾ നിർവഹിക്കുവാൻ തീരുമാനിച്ചു. അടുത്ത ക്ഷണത്തിൽ തന്നെ ആ ഉത്തമന്മാരായ മന്ത്രിമാരെ വരുത്തി. അരജൻ സുമന്ത്രൻ എന്ന മന്ത്രിയോട്, എന്റെ ആചാര്യന്മാരെയും സർവ പുരോഹിതന്മാരെയും വേഗം വരുത്തുക. സജീവേന്ദ്രനായ സുമന്ത്രൻ അതിവേഗത്തിൽ തന്നെ പോയി.
വേദത്തിൽ ജ്ഞാനികളായ സുജയജ്ഞൻ, വാമദേവൻ, ജബാലി, കശ്യപൻ, പുരോഹിതൻ കൂടിയാകുന്ന വസിഷ്ഠ മഹാമുനി എന്നിവരെയും മറ്റ് വിപ്രവന്മാരെയും വരുത്തി. ധർമാത്മാവായ ദശരഥൻ അവരെയെല്ലാം യഥാവിധി പൂജിച്ചു. മധുരമായ വാക്കുകൾ പറഞ്ഞു. പുത്രനില്ലാത്തതുകൊണ്ട് നിർഭാഗ്യവാനാകുന്നു ഞാൻ. ആ സുഖത്തെ ഓർത്ത് എൻ്റെ മനസ്സ് തേങ്ങുന്നു. സന്താനാർത്ഥിയായ ഞാൻ ശാസ്ത്രം നിർദ്ദേശിക്കുന്ന വിധം അശ്വമേധയാഗം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ദ്വിജന്മാർ ഏവരും ചേർന്ന് ഒറ്റ സ്വരത്തിൽ അത്യുഗ്രമായ തീരുമാനമെന്ന് പറയുന്നു. അത് കേട്ടുകൊണ്ട് ആ മാമുനിമാർ സന്തോഷമായി അരുൾ ചെയ്തു. യജ്ഞത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ എത്രയും വേഗം തന്നെ പൂർത്തിയാക്കുക. അങ്ങയുടെ അശ്വത്തെ നമുക്ക് വിടാം. സരയൂ നദിയുടെ ഉത്തരാർദ്ധത്തിൽ യാഗശാല നിർമ്മിക്കാം. തീർച്ചയായും ഉത്തമമായ പുത്രലാഭം ഉണ്ടാകും. അനുഗ്രഹ ആശസ്സുകൾ കൊണ്ട് അവരുടെ വാക്കുകളിൽ അരജൻ ആനന്ദചിത്തൻ ആയിത്തീർന്നു. തുടർന്ന് അമാത്യന്മാർക്ക് ഇങ്ങനെ നിർദ്ദേശം നൽകി. എൻ്റെ ഗുരുവര്യന്മാർ പറയുന്നത് പോലെ എല്ലാം ഒരുക്കണം. അതിസമർത്ഥന്മാരായ ഭടന്മാർ അശ്വത്തെ സംരക്ഷിച്ചു പോകട്ടെ. സരയൂ നദിയുടെ വടക്കായി യജ്ഞശാല നിർമ്മിക്കാം. യഥാക്രമം യഥാവിധി എല്ലായിടത്തും ശാന്തികർമ്മം നൽകട്ടെ. ഏതൊരു രാജാവിനും അശ്വമേധയാഗങ്ങൾ നടത്തുവാൻ സാധിക്കും. പക്ഷേ ന്യൂനത ഒന്നും തന്നെ കൂടാതിരിക്കുവാനാണ് പ്രയാസം. ഏതെങ്കിലും തരത്തിലുള്ള മുടക്കമുണ്ടാക്കുവാൻ ബ്രഹ്മരാക്ഷസന്മാർ തികച്ചും ശ്രമിക്കും. ചെറിയൊരു തെറ്റുപറ്റിയാൽ യജ്ഞകർത്താവാകുന്ന നാം നശിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധാപൂർവം നോക്കുക. ചതുരന്മാരായ നിങ്ങൾ എല്ലായിടത്തും എപ്പോഴും ശ്രദ്ധയോടെ ഉണ്ടാകണം. ദശരഥ മഹാരാജാവിൻ്റെ വാക്കുകൾ കേട്ട് ദ്വിജന്മാർ ഹൃദയം തുറന്ന് പ്രശംസിച്ചു. സംരക്ഷിക്കാമെന്ന് വാക്ക് നൽകി. അനുവാദത്തോടെ എല്ലാവരും അരമന വിട്ടു. ഗുരുനിർദ്ദേശം പോലെ യാഗം നടത്തുവാൻ ഒരിക്കൽ കൂടി മന്ത്രിമാരെ ഭാരമേൽപ്പിച്ചു. അന്തഃപുരത്തിലേക്ക് എഴുന്നള്ളി. സുധാർത്ഥമായ മഹാക്രതുവിന് വിധിയാംവർണം ദീക്ഷ കൊടുക്കുവാൻ പ്രിയമേറിയ പത്നിമാരോട് പറഞ്ഞു. ഹേമാന്തവസനത്തിലെ താമരപ്പൂക്കൾ പോലെ അവരുടെ വദനാംബുജങ്ങൾ ഈ വാർത്ത കേട്ട് സന്തോഷിച്ചു. അങ്ങനെ അയോധ്യ നടേശനാകുന്ന ദശരഥൻ പുത്ര സൗഭാഗ്യത്തിനായി അശ്വമേധം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു.